പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ നല്ല പകൽക്കാലം പ്രഭാതം ഉണരുവാൻ ആരോഗ്യത്തോടെ ജീവിക്കുവാനൊക്കെ തന്നിരിക്കുന്നുവല്ലോ. ദൈവം നൽകിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോഴെനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചില സിനിമയിലെ രംഗങ്ങൾ ഓർമ്മ വരുന്നത്. നിങ്ങളുമൊക്കെ കണ്ടിട്ടുള്ളൊരു സിനിമയാണ് അത്. ഇങ്ങനെയാണ് വെള്ളാനകളുടെ നാടെന്നൊരു സിനിമ. അത് നാട്ടിലെ കോൺട്രാക്ടർമാരുടെ തട്ടീരും വെട്ടീരും ഒക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അതിനകത്ത് കോമഡി കഥാപാത്രമായിട്ട് വരുന്നൊരു വ്യക്തിയുണ്ട്, കുതിരവട്ടം പപ്പു. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് പോലുള്ള ഡയലോഗുണ്ട്, ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം, പേടിക്കൊന്നും വേണ്ട, ഇപ്പം ശരിയാക്കി തരാം. മൈദീനെ ആ ചെറിയ പാര റിങ്ങെടുത്തു. ആ സിനിമ കണ്ടു തീരുമ്പോൾ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചോണം. റോഡ് റോളർ അഴിച്ച് കുളവാക്കി, അത് ശരിയാക്കാൻ പറ്റിയില്ല. അവസാനം പറഞ്ഞ് നമുക്കൊരാനയെ വിളിച്ചാൽ ഇത് വലിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ആനയെ കൊണ്ടുപോയി അത് വലിച്ചു കയറ്റിയിട്ട് ആന ആ വടം വിടുമ്പോൾ അത് ചെന്നിട്ട് ഒരു വീടിൻ്റെ മതിൽ പൊളിക്കുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇച്ചിരിയും കൂടി സ്പീഡുണ്ടായിരുന്നെങ്കിൽ ആ പെര കൂടെ അങ്ങ് പോയേനെ. ഇതുപോലെയാണ് നമ്മുടെ പാമ്പളാനി പിതാവ്. 100% കോമാളി വേഷം കെട്ടുക മാത്രമല്ല, ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് സിനഡിൽ നിന്നുള്ള എല്ലാ പിതാക്കന്മാരെയും പറ്റിച്ച് ഒരു വികാരിയുടെ റോളെടുത്ത് അദ്ദേഹം വന്നിട്ട് ഇപ്പം അങ്ങ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൂരിയായി പിരിച്ചു വിട്ടു. സഭയോട് ചേർന്ന് നിൽക്കുന്ന കൂരിയായി പിരിച്ചു വിട്ടു. അടുത്തതായിട്ട് വന്നിട്ട് സഭയെ അനുസരിക്കാത്ത കൂരിയായി സ്ഥാപിച്ചു. അതിനുശേഷം വന്നിട്ട് ഒരു സമവായം അങ്ങോട്ട് ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞൊരു സമവായം. ആ സമവായത്തിലൂടെ ഉണ്ടായിരുന്ന പല ദേവാലയങ്ങളിലെയും ബലി നിർത്തലാക്കാനും അടച്ചുപൂട്ടാനും ഒക്കെ വഴിയായി. ഇതാണ് നമ്മുടെ ഈ ആധുനിക കത്തോലിക്ക സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുതിരവട്ടം പപ്പുവിൻ്റെ റോള് അഭിനയിക്കുന്ന ഈ പാമ്പളാനി പിതാവ്. ഞാൻ പറഞ്ഞ കള്ളമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ സിനിമയിൽ അദ്ദേഹം വരുന്ന നിമിഷം മുതൽ എല്ലാം ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നിടം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ കോമാളിത്തരങ്ങൾ, ഓരോ വാക്കുകൾ. ഞാൻ എത്ര വലിയ റോളർ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വന്നേ. രണ്ടാമത്തെ വലിയ ബാലായിലെ പിതാവ് പറഞ്ഞ എനിക്ക് ഭയങ്കര രണ്ടാം അക്വിനോസ് ആണെന്നാണ് പറഞ്ഞു. അക്വിനോസ് അല്ല, രണ്ടാമത്തെ ഇവിടെ കുതിരവട്ടം പപ്പു ചേട്ടനാണ്. സഭ മുഴുവൻ കുളമാക്കി. ഇപ്പം ഇതാ അദ്ദേഹത്തെ റിപ്പയർ ചെയ്യാൻ വിളിച്ച അയാളെ തല്ലി ഓടിക്കുന്നത് പോലെ കയറിയെടുത്ത് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞെടുത്തെല്ലാം കുളമാക്കി തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇനിയും താമസിക്കാതെ ഒരു ശിക്ഷ കൂടെ വാങ്ങിച്ചു പോകാനുള്ള എല്ലാ വകുപ്പുകളും ദൈവം ഈ മനുഷ്യനിലൂടെ ഒരുക്കപ്പെട്ടു. കാരണം തിന്മ പ്രവർത്തിച്ചു, തിന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്ത് കയ്യിലേൽപ്പിക്കപ്പെട്ട സകല സ്ഥാനങ്ങളും കുളമാക്കി. എന്താ പറയണ്ടേ? അപ്പോൾ ഈ നവീന കുതിരവട്ടം പപ്പു ചേട്ടനെ നമുക്ക് സന്തോഷത്തോടെ അവർക്ക് ഇവിടുന്ന് പറഞ്ഞയക്കാം. ഇദ്ദേഹം ഇനി ലോകത്ത് ഒരു രൂപതകളും ഗുണം പിടിപ്പിക്കാൻ പോകണ്ട. സ്വന്തം രൂപതയിൽ അറിഞ്ഞത് സത്യമാണെങ്കിൽ ആ രൂപതയിൽ ഇദ്ദേഹത്തിൻ്റെ കൊടിയ തിന്മയ്ക്കെതിരായിട്ട് ഒരുപാട് മക്കൾ ഇപ്പം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ദൈവം വിടത്തില്ല. ദൈവത്തിൻ്റെ സഭയ്ക്ക് കോടാലി വെച്ചവൻ്റെ നെറുകയിൽ ആകാശ കോടാലി വന്ന് പതിക്കും. അത് കാണാൻ പാവപ്പെട്ട വിശ്വാസികളുണ്ടാവും. അവർക്ക് അപ്പോഴും സങ്കടമാണ്. പിതാവെന്ന് വിളിക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ നാശം കാണുമ്പോൾ ഇപ്പോഴും പറയാം, ഇതൊക്കെ വിമർശിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് സങ്കടമാണ്. കാരണം ഉദയസൂര്യനെ പോലെ ഉയർന്നു നിന്നൊരു മനുഷ്യൻ ദൈവത്തിനെതിരെ തിരിഞ്ഞു നിന്ന് ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചതോടുകൂടി തകർന്ന് തരിപ്പണമായി, കണ്ടാൽ മുഖത്തൊരു ചൈതന്യമില്ലാത്ത, ഒരൽമായൻ്റെ ചൈതന്യം പോലും ഇല്ലാത്ത തരത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി മുന്നോട്ട് വരുമ്പോൾ തമ്പുരാൻ ഇടപെടും. തമ്പുരാൻ ആ കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വയാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഞാനതൊരു തമാശ രൂപേണ പറഞ്ഞതേ ഉള്ളൂ. പാമ്പ്ളാനി പിതാവിൻ്റെ അവസാന കാലം ദയനീയമായിരിക്കും. കാരണം വളർത്താൻ ഏറ്റെടുത്തവൻ തളർത്തി തരിപ്പണമാക്കി ദൈവജനത്തെയും ആത്മാക്കളെയും ദൈവത്തിന് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ജനത്തെ ഇട്ട് കളിപ്പിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഷൈജു ആൻ്റണിയും പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിത്യനാശത്തിന് കൈവിടരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വ്യക്തിപരമായിട്ടൊരു പിണക്കവും ഇല്ലല്ലോ ആരുമായിട്ടും. പക്ഷേ സഭയെ നിത്യനാശത്തിലേക്ക് വലിച്ച ഈ ഓരോ ജന്മങ്ങൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപബോധം നൽകട്ടെ, മടങ്ങി വരുവാനുള്ള വലിയ കൃപ നൽകട്ടെ. എന്തെല്ലാം നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിത്യനാശത്തിന് ദൈവം കൈവിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഏറ്റെടുത്ത പാമ്പ്ളാനി പിതാവിൻ്റെ ശുശ്രൂഷകളെ എത്രയും വേഗം കർത്താവ് തിരികെ വിളിച്ച് വേറെ തരത്തിൽ അനുതാപത്തോടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് കൂടുതൽ അഭിഷേകത്തിലേക്കും കൃപയിലേക്കും വളരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.